നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പഴത്തൊലി അല്ലെങ്കിൽ ബനാന പീൽസ് ഇവയുടെ കൃഷിയിലുള്ള നിരവധിയായ ഉപയോഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ അളവ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബനാന പീൽസ്. അതിനാൽ തന്നെ കൃഷിയിൽ ഇവയുടെ ഉപയോഗം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് ഒന്നുകൂടിയാണ്. പ്രത്യേകിച്ചും ചെടികൾ പൂവിട്ട് തുടങ്ങി കായ്ഫലം തരുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കണ്ടു തുടങ്ങുമ്പോഴെല്ലാം നമുക്ക് ഈ തരത്തിൽ ബനാന പീൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഇനി ഇതെങ്ങനെയൊക്കെ നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡിൽ കാണിച്ചിരിക്കുന്നത് ബനാന പീൽ അല്ലെങ്കിൽ പഴത്തൊലി കമ്പോസ്റ്റ് രൂപത്തിലും അതല്ലാതെ മണ്ണിൽ കുഴിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കുന്ന രീതിയുമാണ്. ഇത് ഉപയോഗശൂന്യമായതിനു ശേഷം ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. സമയക്കുറവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, കൂടുതൽ കൃഷിയുള്ളവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിത് ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം കിച്ചൺ കമ്പോസ്റ്റ് ആക്കിയോ മണ്ണിര കമ്പോസ്റ്റ് ആക്കിയോ അതുമല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കാതെ മണ്ണ് നീക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണ് മൂടിയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കമ്പോസ്റ്റിൻ്റെ യൂണിറ്റിലേക്ക് പഴത്തൊലി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10-30 ദിവസങ്ങൾക്കുള്ളിൽ ഇത് മണ്ണായിട്ട് തീരുന്നതുമാണ്. മണ്ണിര കമ്പോസ്റ്റ് ചെറിയ യൂണിറ്റുകളായിട്ട് ഉണ്ടാക്കുന്ന രീതി ഞാൻ മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്രത്യേകിച്ചും ബാൽക്കണിയൊക്കെ ഉള്ളവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. കമ്പോസ്റ്റ് ആക്കാതെ തന്നെ മണ്ണിൽ നേരിട്ട് കുഴിച്ചിട്ട് പതിയെ വളമാക്കുന്ന രീതിയാണ് ഞാൻ മുന്നേ കാണിച്ചത്. ഓരോരുത്തരുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ ലായനി രൂപത്തിൽ എങ്ങനെയാണ് ബനാന പീൽസ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യത്തെ മെത്തേഡിലേതുപോലെ തന്നെ ബനാന പീൽസ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ വെള്ളം ഒഴിച്ചു വെക്കുവാണ്. 1-2 ദിവസങ്ങളിൽ വെക്കാം. സാധാരണ ഒരു ദിവസമാണ് ഞാൻ വെക്കാറുള്ളത്. പിന്നീട് ഇത് അലിഞ്ഞു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ലായനി എടുത്ത് ശേഖരിച്ചതിന് ശേഷം വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ലയിപ്പിച്ച് ചെടികൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ലായനി രൂപത്തിൽ എടുക്കുമ്പോൾ ബാക്കി വരുന്ന വേസ്റ്റുകൾ നമുക്ക് കളയേണ്ടതില്ല. ഇത് നമുക്ക് മണ്ണിൽ കുഴിച്ചു മൂടിയിട്ട് അങ്ങനെയും ഇത് വളമാക്കി എടുക്കാം. സ്പ്രേ ഒക്കെ ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊന്നുകൂടി അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിലെ ചെറിയ പീസുകൾ സ്പ്രെയറിനുള്ളിൽ കുടുങ്ങി അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ബനാന പീൽസ് ഒരു ഫെർട്ടിലൈസർ മാത്രമല്ല, നല്ലൊരു പെസ്റ്റിസൈഡ് കൂടിയാണ്. അതേത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇവിടെ ഞാൻ ശേഖരിച്ച് വെച്ച ലായനി കുറച്ച് വെള്ളവുമായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് ഡൈല്യൂട്ട് ആക്കണമെന്നില്ല. ഞാൻ ഇരട്ടി വെള്ളവുമായിട്ടാണ് ഇവിടെ യോജിപ്പിച്ചിരിക്കുന്നത്. വളപ്രയോഗത്തിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ മാറി മാറി ഉപയോഗിക്കാം. ഈ രീതിയിൽ തയ്യാറാക്കിയ ലൈന് ഞാൻ കുറച്ച് ബീൻസുകൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മറ്റു ചെടികൾക്കും എല്ലാം കൊടുക്കാറുണ്ട്. ബനാന പീൽസിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെയധികം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. പൊട്ടാസ്യം മാത്രമല്ല, കാൽസ്യം, അയൺ, ഫോസ്ഫറസ് ഇവയെല്ലാം തന്നെ ബനാന പീൽസിലുണ്ട്. ലായനി തയ്യാറാക്കിയതിന് ശേഷം ബാക്കി വന്ന വേസ്റ്റ് ഞാൻ മണ്ണിൽ ഇതുപോലെ കുഴിച്ചിടാറാണ് പതിവ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടിയുടെ കടക്കലാവരുത്. അല്പം മാറ്റി വേണം നമ്മളിങ്ങനെ കുഴിച്ചിടാൻ, അല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് വളരെയധികമാണ്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതി അതിൻ്റെ വീഡിയോയും മുന്നേ ചെയ്തിരുന്നു. ഈ രീതിയിൽ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് പോസ്റ്റ് ഇടാം. ബനാന പീൽസ് മാത്രമല്ല, കിച്ചണിൽ നമുക്ക് വേസ്റ്റ് വരുന്ന ഉള്ളിത്തുണ്ടുകൾ, മുട്ടത്തുണ്ട്, ഇതെല്ലാം നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. പച്ചക്കറികളിൽ പലതും അസിഡിറ്റിയുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്നവയാണ്. പ്രത്യേകിച്ചും വിൻ്റർ സീസണിൽ ഉണ്ടാകുന്നവ. പെപ്പർ, ചില്ലി, ബ്രോക്കോളി, ബീൻസ്, ക്യാബേജ്, അങ്ങനെ പോകുന്ന ലിസ്റ്റുകൾ. ടൊമാറ്റോ പ്ലാന്റ്സ് ഇവയും അല്പം അസിഡിറ്റിയുള്ള സോയിൽ ഇഷ്ടപ്പെടുന്നവയാണ്. എപ്പോഴും അല്ലെങ്കിലും വല്ലപ്പോഴും ഇതുപോലെ ഫെർട്ടിലൈസർ ഉണ്ടാക്കുമ്പോൾ അതിൽ അല്പം ലെമൺ പീൽസ്
ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ചും പെപ്പർ പ്ലാന്റ്സുകൾക്ക്. ഈ രീതിയിൽ ബനാന പീൽസ് ഉപയോഗിച്ച് ലായനി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തൊണ്ടിട്ട് കൊടുത്ത് ഒരു ദിവസം വെച്ചിരുന്നതിന് ശേഷം ലായനി എടുത്ത് ഉപയോഗിക്കുന്ന രീതിയും നല്ലതാണ്. അരിച്ചെടുത്തതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. പെപ്പർ അഥവാ ക്യാപ്സിക്കം പ്ലാന്റുകളാണിവ. വല്ലപ്പോഴുമൊക്കെ ഈ രീതിയിലും ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാറുണ്ട്. മണ്ണിലൊഴിച്ചോ ഇലകളിൽ തളിച്ചോ ഒക്കെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. ലെമൺ ഉപയോഗിച്ച് മാത്രമല്ല, അല്പം വിനാഗർ ഉപയോഗിച്ചും ഈ രീതിയിൽ നമുക്ക് ലൈന് തയ്യാറാക്കാം. ഇൻസ്റ്റൻറ്റ് ബനാന പീൽ ടീ. അല്പം വെള്ളവുമായി ചേർത്ത് തിളപ്പിച്ച് തണുത്താറിയതിനു ശേഷം നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ലിക്വിഡ് ഫോമിൽ ഉപയോഗിക്കുന്ന രീതി. ഈ വിധത്തിലാവുമ്പോൾ ഒരു ദിവസം അടച്ചു വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കൂടുതൽ ചെടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ രീതി അത്ര അഭികാമ്യമായിരിക്കില്ല. കാരണം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. ചെടികളൊക്കെ കുറച്ചുള്ളപ്പോഴും നമുക്ക് പെട്ടെന്ന് ബനാന പീൽസ് ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഈ രീതി ഉത്തമമാണ്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോവുകയും ചെയ്യും. ഇലകൾക്കൊക്കെ തളിക്കുവാനും നല്ലതാണ്. തയ്യാറാക്കിയതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു ലായനിയാണ് ഇത്തരത്തിൽ തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുമ്പോൾ ബാക്കി വരുന്ന വേസ്റ്റുകൾ വെറുതെ കളയേണ്ടതില്ല. കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുകയോ മണ്ണിൽ കുഴിച്ചിടുകയോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെ ടീ ആയിട്ട് തയ്യാറാക്കിയ ലായനിയും അല്ലാതെ നമ്മൾ ഒരു ദിവസം വച്ച് തയ്യാറാക്കുന്ന ലായനിയുമെല്ലാം ഇത്തരത്തിൽ മണ്ണിലും ഇലകളിലുമൊക്കെ തളിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. തക്കാളികൾ, വഴുതന ഇവയെല്ലാം പൂവിട്ട് കായ്കളാകാൻ തുടങ്ങുന്ന സമയങ്ങളിൽ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ലായനി നല്ല കായ്ഫലം ലഭിക്കുന്നതിനുമെല്ലാം സഹായകരമാകും. ബനാന പീൽസ് അഥവാ സ്കിൻ വെയിലത്ത് ഉണക്കിയെടുത്തതിന് ശേഷം പൗഡറാക്കി അത് സൂക്ഷിച്ച് പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണിത്. ഇതും സമയമെടുത്ത് ചെയ്യേണ്ട ഒരു രീതിയാണ്. ഇതിലും എളുപ്പമുള്ള മാർഗ്ഗങ്ങളാണ് ലിക്വിഡ് ഫോമിലും അതുപോലെ കമ്പോസ്റ്റ് രീതിയിലുമെല്ലാം ഉപയോഗിക്കാവുന്നത്. ഇങ്ങനെ പല രീതികളിലും നമുക്ക് നമ്മൾ വെറുതെ കളയുന്ന ബനാന പീൽസ് അല്ലെങ്കിൽ ബനാന സ്കിൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. ചെലവുകളൊന്നുമില്ലാതെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ നല്ലൊരു സ്രോതസ്സായ ബനാന പീൽ ഉപയോഗിച്ച് നല്ല വിളവുകളും നമുക്ക് നേടുവാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. പലരും ഉപയോഗിക്കുന്നുണ്ടാകും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.